പഞ്ചാക്ഷരി മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ 12 ദേവസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള മഹാസത്രവേദിയിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള 12 ജ്യോതിർലിംഗങ്ങൾ ഇതാ തിരുസന്നിധിയിലേക്ക് ചൈതന്യവത്തായി ഭക്തിസാന്ദ്രമായി ഭക്തജനങ്ങളുടെ അകമ്പടിയോടുകൂടി താലപ്പൊലിയുടെ അകമ്പടിയോടുകൂടി പഞ്ചാക്ഷരി മുഖരിതമായ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുകയാണ്. എല്ലാവരും എല്ലാ ഭക്തജനങ്ങളും പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ജ്യോതിർലിംഗ പ്രയാണത്തെ വരവേൽക്കാം. ഓം നമഃ ശിവായ. ഓം ശിവായേ നമഃ. എല്ലാ ഭക്തഹൃദയങ്ങളിലും ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാ ഭക്തരുടെ ചുണ്ടുകളിലും ഭഗവാന്റെ നാമം ഉയരട്ടെ. ഓം നമഃ ശിവായ. പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് 12 ദേവസ്ഥാനങ്ങളിൽ നിന്നും തിരുസന്നിധിയിലെ മഹാസത്രവേദിയിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള 12 ജ്യോതിർലിംഗ സങ്കല്പ ലിംഗങ്ങൾ ഇതാ കടന്നു വരികയാണ്. ജ്യോതിർലിംഗങ്ങൾ കടന്നു വരുമ്പോൾ എല്ലാവരും എല്ലാ ഭക്തജനങ്ങളും പഞ്ചാക്ഷരി മന്ത്രം മുഴക്കിക്കൊണ്ട് തിരുസന്നിധിയിലേക്ക് ജ്യോതിർലിംഗങ്ങളെ വരവേറ്റ് ഭക്തി നിർഭരമായി ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ദേവനാമത്തിൽ അറിയിക്കുകയാണ്. ഇത് ഓരോ ഭക്തജനങ്ങൾക്കും ഭക്തിയുടെ അനുഭൂതി പകരുന്ന സുവർണ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന മഹാസത്രമാണ്. ലോക നന്മയ്ക്കായി ഭാരതത്തിൽ ആദ്യമായി നടത്തപ്പെടുന്ന മഹാസത്രം വസുദേവ കുടുംബകമെന്ന മഹാസങ്കല്പത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വസുദേവ കുടുംബകമെന്ന ആ സങ്കല്പത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് തിരുസന്നിധിയിൽ ലോകസമാധാനത്തിനായി നടത്തപ്പെടുന്ന ശ്രേഷ്ഠമായ മഹാസത്രത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 2ാം ദിവസമായി ഇന്ന് ഇപ്പോൾ തിരുസന്നിധിയിലേക്ക് 12 ജ്യോതിർലിംഗങ്ങൾ എത്തിച്ചേരുകയാണ്. 12 ദേവസ്ഥാനങ്ങളിൽ നിന്ന് ദിവ്യമായി ഭക്തി പുരസ്സരം എത്തിച്ചേർന്നിട്ടുള്ള ജ്യോതിർലിംഗങ്ങളെ വരവേൽക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും ദേവനാമത്തിലുള്ള സ്വാഗതം. എല്ലാ ഹൃദയങ്ങളിലും ഭഗവാന്റെ രൂപം ആവാഹിച്ചുകൊണ്ട് എല്ലാ ചുണ്ടുകളിലും പഞ്ചാക്ഷരി മന്ത്രം ഉതിർത്തുകൊണ്ട് ഓം നമഃശിവായ മന്ത്രം നമഃശിവായ മന്ത്രം ഉതിർത്തുകൊണ്ട് നമുക്ക് ഈ തിരുസന്നിധിയിൽ നടക്കുന്ന പുണ്യമായ കർമ്മത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ജ്യോതിർലിംഗ പ്രതിഷ്ഠയിലേക്ക് കിടക്കുമ്പോൾ 12 ദേവസ്ഥാനങ്ങളിൽ നിന്നും പവിത്രമായി എത്തിച്ചേർന്നിട്ടുള്ള ജ്യോതിർലിംഗങ്ങളെ വരവേൽക്കുമ്പോൾ ഒരു മഹാസത്രത്തിന് അതിന്റെ തുടക്കത്തിന് സാക്ഷികളാവുകയാണ് നമ്മൾ ഓരോരുത്തരും. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന പുണ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും കൈവന്നിരിക്കുന്നത്. ജന്മജന്മാന്തരങ്ങളായി ചെയ്തു പോന്നിട്ടുള്ള
പുണ്യഫലത്തിന്റെ ഭാഗമായിട്ടാണ് പവിത്രമായ ഈ പുണ്യഭൂമിയിൽ ലോകൈകനാഥന്റെ തിരുസന്നിധിയിൽ കൈലാസനാഥൻ പാർവതി സമേതനായി കുടികൊള്ളുന്ന ഈ പുണ്യഭൂമിയിൽ നമുക്കൊക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാ നാവുകളിൽ നിന്നും ഉയരട്ടെ പഞ്ചാക്ഷരി മന്ത്രം. ഓം നമഃശിവായ, ഓം നമഃശിവായ മന്ത്രം ഉരുട്ടുകൊണ്ട്, പഞ്ചാക്ഷരി മന്ത്രം ഉരുട്ടുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം, നമുക്ക് വരവേൽക്കാം ഭക്തിപൂർവം. ദ്വാദശ സങ്കല്പ ജ്യോതിർലിംഗങ്ങളെ നമുക്ക് നമ്മുടെ തിരുസന്നിധിയിലേക്ക് വരവേൽക്കാം. ദ്വാദശ ജ്യോതിർലിംഗങ്ങളെ സങ്കല്പിച്ച് 12 ദേവസ്ഥാനങ്ങളിൽ നിന്നും ജ്യോതിർലിംഗ പ്രയാണം ആരംഭിച്ച് കടമ്പനാകുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ച് അവിടെ നിന്നും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും ഭക്തജനങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി ഭക്തിസാന്ദ്രമായ ഇതാ ദ്വാദശ ജ്യോതിർലിംഗങ്ങൾ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഉയരട്ടെ നാമമന്ത്രധ്വനികൾ. ഈ അന്തരീക്ഷം മുഖരമാകട്ടെ പഞ്ചാക്ഷരി മന്ത്രം. ഭഗവാന്റെ രൂപം മനസ്സിൽ ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് എല്ലാ ചുണ്ടുകളിൽ നിന്നും എല്ലാ നാവുകളിൽ നിന്നും ഉച്ചത്തിൽ ഉയരട്ടെ പഞ്ചാക്ഷരി മന്ത്രം. ഓം നമഃശിവായ, ഓം നമഃശിവായ.
ഓം നമ ശിവായ. ഇവിടെ തന്നെ സത്രവേദി ഒന്നിൽ നൈമിഷാരണ്യത്തിൽ ജ്യോതിർലിംഗ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നിർവഹിക്കപ്പെട്ടു. തുടർന്ന് വേദി 2 ദക്ഷിണാമൂർത്തി തപോവനം, അവിടെ സത്ര വിളംബര സന്ദേശ സഭ സമ്മേളിക്കും. സത്ര വിളംബര സന്ദേശ സഭയിൽ പങ്കുചേരുവാൻ, നമ്മളോട് സംസാരിക്കുവാൻ തൃത്താല മുൻ MLA VT ബൽറാം അവറുകൾ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രേഷ്ഠമായ ചടങ്ങുകളാണ് നമ്മുടെ തിരുസന്നിധിയിൽ നടന്നു വരുന്നത്. വേദമന്ത്രങ്ങളുടെയും താന്ത്രിക ചടങ്ങുകളുടെയും ഒക്കെ ശ്രേഷ്ഠമായ ദിനങ്ങൾ, ജ്ഞാനവിജ്ഞാന സദസ്സുകൾ, പാരമ്പര്യ കലകളുടെ സമ്മേളനം, വിവിധ ദേശത്തു നിന്നും ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ബ്രഹ്മാണ്ഡ മഹാപുരാണ വിചിന്തന മഹാസത്രം. മഹാസത്രത്തിന്റെ 2ാം ദിവസമായി ഇന്ന് വേദി 1 നൈമിഷാരണ്യത്തിൽ പ്രധാന വേദിയിൽ ജ്യോതിർലിംഗ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടും. തുടർന്ന് വേദി 2 ദക്ഷിണാമൂർത്തി തപോവനം, അവിടെ സത്ര വിളംബര സന്ദേശ സഭ സമാരംഭം കുറിക്കും. ബഹുമാനനായ ഹൈക്കോടതി ജസ്റ്റിസ് N. നഗരേഷ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന സത്ര വിളംബര സന്ദേശ സഭയിൽ പങ്കുചേരുവാൻ, നമ്മളോട് സംസാരിക്കുവാൻ തൃത്താല മുൻ MLA ശ്രീ VT ബലറാം അവറുകൾ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. തിരുസന്നിധിയിൽ നടക്കുന്ന ശ്രേഷ്ഠമായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ ഭക്തജനങ്ങൾക്ക് KSRTCയുടെയും മറ്റ് പ്രൈവറ്റ് വാഹനങ്ങളുടെയും ഒക്കെ സൗകര്യം സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട്. ഐതിഹ്യ വരദാന മഹാത്മ്യങ്ങളാൽ പുകൾപെറ്റതും മഹാസത്ര സുഹൃതയാഗ മഹായജ്ഞങ്ങൾ കൊണ്ടും താന്ത്രിക മഹാകർമ്മങ്ങൾ കൊണ്ടും പുണ്യത്തിന്റെ മഹാ തേജസ് നിറഞ്ഞു നിൽക്കുന്നതുമായ തിരുവൈരാണിക്കുളത്തെ തിരുസന്നിധാനം ഇതാ വീണ്ടും ഒരു മഹാസത്രത്തിന് കൂടി വേദിയാവുകയാണ്. നിരവധി ദുരന്താതി ഭയാനക കാഴ്ചകൾ കണ്ട് ലോകം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഒരു മഹാപ്രാർത്ഥനാ യജ്ഞത്തിലൂടെ വിശ്വശാന്തിക്കായി വിശ്വപിതാവിൻ്റെയും വിശ്വമാതാവിൻ്റെയും തിരുമതിൽക്കകത്ത് ജ്ഞാനഭാഗീരഥിയിൽ സ്നാനം ചെയ്തൊരു തീർത്ഥയാത്രയ്ക്കായി ഭക്തജന ലക്ഷങ്ങൾ എത്തിച്ചേരുന്ന പുണ്യദിനങ്ങൾ സമ്മാനിക്കുന്ന മഹാസത്രം ഈ ജന്മത്തിൽ ഭഗവത് കാരുണ്യത്തിൽ നമുക്ക് കൈവന്ന ഈ അസുലഭ മുഹൂർത്തത്തിന്റെ പരമാനന്ദത്തിൽ മനസ്സും വപുസ്സും ശുദ്ധമാക്കി ലയിച്ചു ചേരാം. ഇനിയുള്ള 10 ദിനരാത്രങ്ങൾ ആദ്യ മഹസ്സിന്റെ ചാരത്ത് പ്രാർത്ഥനയോടെ ഒത്തുചേരാം. ഏവരെയും ഈ പുണ്യ ദേവസ്ഥാനത്തേക്ക് ഭക്തി പുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്.
ഭക്തജനങ്ങളെ, നമ്മുടെ സത്രവേദി സന്ദർശിക്കുവാൻ മുൻ MLA ശ്രീ VT ബൽറാം അദ്ദേഹം എത്തിയിട്ടുണ്ട്. സത്രവേദിയിലെ ഈ മഹനീയ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കുവാൻ മുൻ MLA VT ബൽറാം അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഭക്തജനങ്ങളെ, പ്രത്യേക ഒരു അറിയിപ്പ്. ഇനി അടുത്ത ചടങ്ങ് നടക്കുന്നത് രണ്ടാമത്തെ വേദിയായ ദക്ഷിണാമൂർത്തി തപോവനത്തിലാണ്. സമ്മേളനം സത്ര വിളംബര സന്ദേശ സഭ നടക്കുന്നത് രണ്ടാമത്തെ വേദിയിലാണ്. എല്ലാ ഭക്തജനങ്ങളും രണ്ടാമത്തെ വേദിയുടെ സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകം ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. 21-ാം തീയതി ഈ നൈമിശാരണ്യത്തിലെ മഹാസത്രത്തിൽ താന്ത്രിക ചടങ്ങായ ഇളനീർ അഭിഷേകം നടക്കുകയാണ്. ഭഗവാന്റെയും ഭഗവതിയുടെയും തിരുനടയിൽ ഇളനീർ സമർപ്പിക്കുവാൻ എല്ലാവരും തയ്യാറാകണം. ഇളനീർ സമർപ്പിച്ച് ഇളനീർ സമർപ്പിച്ചതിൻ്റെ പ്രസാദം, ആ തീർത്ഥം കൊണ്ടുപോകുവാനുള്ള സംവിധാനമുണ്ട്. അത് സമർപ്പിക്കുക. പ്രസ്ഥാനങ്ങൾ, മറ്റ് സംഘടനകളെല്ലാം തന്നെ അതിൽ തയ്യാറാകുക. വലിയൊരു ഇളനീർ ഘോഷയാത്രയായി കൊട്ടിയൂരൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഇളനീരാട്ടത്തിന് ഇളനീർ വരവ് എന്നൊക്കെ. എന്ന പോലെ മഹാദേവൻ്റെയും മഹാദേവിയുടെയും തിരുസന്നിധിയിൽ ആ ഇളനീരാട്ടം അതിഗംഭീരമായി, ആ ഇളനീര അഭിഷേകം അതിഗംഭീരമായി നമുക്ക് കൊണ്ടാടണം. 21-ാം തീയതി രാവിലെ മുതൽ ഇളനീർ വരവ് ആരംഭിക്കണം. ഏകദേശം 8-9 മണിയോടുകൂടി ഇളനീർ സമർപ്പിക്കുക എന്ന ചടങ്ങ് നടക്കണം. അതിനായി എല്ലാവരും തയ്യാറാകുക. രണ്ടാമത്തെ വേദിയായ ദക്ഷിണാമൂർത്തി തപോവനത്തിൽ ഏതാനും സമയത്തിനുള്ളിൽ തന്നെ സത്ര വിളംബര സന്ദേശ സഭ ആരംഭിക്കും. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവായേ നമ. ഇപ്പോൾ പ്രധാന സത്രവേദിയിൽ നൈമിശാരണ്യത്തിൽ ജ്യോതിർലിംഗ പ്രതിഷ്ഠ, തുടർന്ന് വേദി 2 ദക്ഷിണാമൂർത്തി തപോവനം, അവിടെ സത്രവിളംബര സന്ദേശ സഭ സമാരംഭിക്കും. ബഹുമാനായ ഹൈക്കോടതി ജസ്റ്റിസ് N. നാഗരേഷ് അവർ ഉദ്ഘാടനം ചെയ്യുന്ന സത്രവിളംബര സന്ദേശ സഭയിൽ പങ്കാളിയാകുവാൻ തൃത്താല മുൻ MLA ശ്രീ VT ബൽറാം അവർ ലോകൈകനാഥന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിക്കുകയാണ്. നിരവധിയായ ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന പുണ്യദിനങ്ങളാണ് ഇനി ഇവിടെ സമ്മാനിക്കാൻ പോകുന്നത്. വേദമന്ത്രങ്ങളുടെയും താന്ത്രിക ചടങ്ങുകളുടെയും ഒക്കെ സംഗമമായി മാറുകയാണ് ഈ പുണ്യഭൂമി. പൈതൃക കലകൾ, ജ്ഞാനവിജ്ഞാന സദസ്സുകളൊക്കെ ഭക്തജന ഹൃദയങ്ങൾക്ക് സമ്മാനിക്കുന്ന പുണ്യദിനങ്ങൾ. ഉടൻ തന്നെ വേദി 2 ദക്ഷിണാമൂർത്തി തപോവനം, അവിടെ സത്രവിളംബര സന്ദേശ സഭ സമാരംഭം കുറിക്കും. സത്രവിളംബര സന്ദേശ സഭയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുവാൻ തൃത്താല മുൻ MLA ശ്രീ VT ബൽറാം അവർ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സത്രവിളംബര സന്ദേശ സഭ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ ഹൈക്കോടതി ജസ്റ്റിസ് N. നഗരേഷ് നമ്മളോട് സംസാരിക്കും. ശ്രേഷ്ഠമായ ചടങ്ങിന് ബഹുമാന്യനായ ദേവസ്വം മാനേജർ ശ്രീ രാഹുൽ അരവിന്ദ് അധ്യക്ഷപദം അലങ്കരിക്കും. വിവിധ സാമുദായിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന
സത്ര വിളംബര സന്ദേശ സഭ ഉടനെ ദക്ഷിണാമൂർത്തി തപോവനത്തിൽ സമാരംഭം കുറിക്കും. നാളെ മഹാസത്രത്തിന്റെ 3-ാം ദിവസം. നാളെ തിരുസന്നിധിയിൽ മഹാധന്വന്തരി ഹോമം. മഹാധന്വന്തരി ഹോമത്തിൽ പങ്കെടുക്കുന്നത് ഏറെ ശ്രേയസ്കരമാണ്. ആയുരാരോഗ്യ സൗഖ്യത്തിനും ശരീര ഊർജം നിലനിൽക്കുന്നതിനും വേണ്ടി ധന്വന്തരി മൂർത്തിക്ക് സമർപ്പിക്കുന്ന ശ്രേഷ്ഠമായ ഹോമമാണ് മഹാധന്വന്തരി ഹോമം. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യത്തിനും സർവവിധ രോഗങ്ങളും വിട്ടൊഴിയുന്നതിനും എല്ലാ മാറാവ്യാധികളും അകലുന്നതിനും മനസ്സിനും ശരീരത്തിനും ആരോഗ്യം പകരുന്നതിനും ഒക്കെ മഹാധന്വന്തരി ഹോമം ശ്രേയസ്കരമാണ്. മഹാധന്വന്തരി ഹോമം വഴിപാടായി സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ദേവസ്വം കൗണ്ടറുമായി ബന്ധപ്പെട്ട് രസീത് കൈപ്പറ്റി മഹാധന്വന്തരി ഹോമത്തിൽ പങ്കാളികളായി സുഹൃതികളാകുവാൻ ദേവനാമത്തിൽ അറിയിക്കുകയാണ്. തിരുസന്നിധിയിലെ അന്നദാന പ്രഭുവിന്റെ ഊട്ടുപുരയിൽ ഇന്ന് സായാഹ്ന വേളയിൽ പ്രസാദ ഊട്ട് നടക്കും. എല്ലാ ഭക്തജനങ്ങളും അന്നദാന പ്രഭുവിന്റെ ഊട്ടുപുരയിൽ നടക്കുന്ന പ്രസാദ ഊട്ടിൽ പങ്കുചേരണമെന്ന് ദേവനാമത്തിൽ അറിയിക്കുകയാണ്. ഉടൻ തന്നെ സത്രവേദി 2-ൽ ദക്ഷിണാമൂർത്തി തപോവനത്തിൽ സത്ര വിളംബര സന്ദേശ സഭ സമാരംഭിക്കും. ലോകൈകനാഥന്റെ തിരുസന്നിധിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള വിശ്വശാന്തിക്കായി നടത്തപ്പെടുന്ന ബ്രഹ്മാണ്ഡ മഹാപുരാണ വിചിന്തന മഹാസത്രം സത്രത്തിന്റെ 2-ാം ദിവസമായി ഇന്ന് ഉടൻ തന്നെ സത്രവേദിയായ 2-ൽ ദക്ഷിണാമൂർത്തി തപോവനത്തിൽ സത്രവിളംബര സന്ദേശ സഭ സമാരംഭിക്കും. ഈശ്വര പ്രാർത്ഥനയോടുകൂടി സമാരംഭം കുറിക്കുന്ന സത്രവിളംബര സന്ദേശ സഭ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനനായ ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് നമ്മളോട് സംസാരിക്കും. ബഹുമാനനായ ദേവസ്വം മാനേജർ ശ്രീ രാഹുൽ അരവിന്ദ് അധ്യക്ഷപദം അലങ്കരിക്കുന്ന സത്രവിളംബര സന്ദേശ സഭയ്ക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ മഹേഷ് പാരയിൽ സംസാരിക്കും. ഈ ചടങ്ങിന് ആശംസാ വചസ് അർപ്പിച്ചുകൊണ്ട് സർവശ്രീ ദേവസ്വം ബോർഡ് മെമ്പർ രാധാകൃഷ്ണൻ നായർ, കടമ്പനാകുളങ്ങര ദേവസ്വം സെക്രട്ടറി അനിൽ CV, കടവിൽ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം മാനേജർ ഡോക്ടർ എ ജയൻ, വെള്ളിമുറ്റം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം സെക്രട്ടറി S ദിനേശ് കുമാർ, തൈക്കാട്ടുശ്ശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രം മാനേജർ അരവിന്ദാക്ഷൻ നായർ N, AKDS താലൂക്ക് കൗൺസിലർ തങ്കച്ചൻ കാട്ടുകണ്ടത്തിൽ, KPMS സംസ്ഥാന സമിതി അംഗം MD മോഹനൻ, KVMS സംസ്ഥാന രക്ഷാധികാരി ഡോക്ടർ NV ശശിധരൻ, AKVMS നവപുരം ശ്രീകുമാർ, ബ്രാഞ്ച് നമ്പർ 16 KVMS സെക്രട്ടറി ശ്രീജിത്ത് ശിവ തുടങ്ങി നിരവധിയായ സാമുദായിക നേതാക്കൾ പങ്കെടുക്കുമ്പോൾ ശ്രേഷ്ഠമായ ഈ ചടങ്ങിൽ മുഖ്യ സാന്നിധ്യമായി മാറുന്നത് തൃത്താല മുൻ MLA ശ്രീ VT ബൽറാം അവர்கள். നിരവധിയായ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന പുണ്യദിനങ്ങളാണ് ഇനി നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത്. ചരിത്രമുറങ്ങുന്ന പുണ്യപുരാതനമായ തിരുസന്നിധിയിൽ നടത്തപ്പെടുന്ന ശ്രേഷ്ഠമായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ കഴിയുക എന്നത് തന്നെ ഏറെ ശ്രേയസ്കരമാണ്. ജന്മജന്മാന്തരങ്ങളായി ചെയ്തു പോന്ന പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ഇതുപോലുള്ള മഹാസത്രവേദികളിലൊക്കെ പങ്കെടുക്കുവാൻ കഴിയുക എന്നത്. ആയതിനാൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും
സത്ര കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിയിക്കുകയാണ്. വേദമന്ത്രങ്ങൾ ഒഴിയാത്ത വേദികൾ, ജ്ഞാനവിജ്ഞാന സദസ്സുകൾ, പൈതൃക കലകളുടെ സമ്മേളനം, അന്നമൊഴിയാത്ത ഊട്ടുപുര ഒക്കെയായി ലോകൈക നാഥന്റെ തിരുസന്നിധിയിൽ ലോക നന്മയ്ക്കായി നടത്തപ്പെടുന്ന ശ്രേഷ്ഠമായ ബ്രഹ്മാണ്ഡ മഹാപുരാണ വിചിന്തന മഹാസത്രത്തിന്റെ 2ാം ദിനം ഇപ്പോൾ വേദി 2-ൽ ദക്ഷിണാമൂർത്തി തപോവനത്തിൽ സത്ര വിളംബര സന്ദേശ സഭ സമാരംഭിക്കും. ഓം നമഃ ശിവായ. ശിവായേ നമഃ.